നമീബിയക്കെതിരായ T20 ലോകകപ്പ് പോരാട്ടത്തിന് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തങ്ങളുടെ പരിശീലന സെഷനുകൾ ഒഴിവാക്കിയ വാർത്ത കായിക ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു പ്രധാന ടൂർണമെന്റിനിടയിൽ ടീമുകൾ പരിശീലനം ഒഴിവാക്കുന്നത് അപൂർവമാണ്. എന്നാൽ ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന ഈ പരിശീലനത്തിൽ നിന്നും ടീം ഇന്ത്യ വിട്ടു നൽകാൻ എടുത്ത തീരുമാനം കേവലം ഒരു വിശ്രമം എന്നതിലുപരി കൃത്യമായ പ്ലാനിംഗിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ നമീബിയ പോരാട്ടം T20 ലോകകപ്പിന്റെ ആവേശം അതിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ തങ്ങളുടെ അടുത്ത ഗ്രൂപ്പ് മത്സരത്തിൽ നമീബിയയെ നേരിടാൻ ഒരുങ്ങുന്നത്. ഈ മാസം 12-ന് നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായി ടീം നടത്തുന്ന ഓരോ നീക്കവും ആരാധകരും നിരീക്ഷകരും അതീവ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ദീർഘനാളത്തെ മത്സരക്രമങ്ങളും യാത്രകളും താരങ്ങളെ ശാരീരികമായും മാനസികമായും തളർത്താൻ സാധ്യതയുള്ളതിനാൽ പരിശീലനത്തെക്കാൾ വിശ്രമത്തിന് പ്രാധാന്യം നൽകുന്നത് ആധുനിക ക്രിക്കറ്റിലെ ഒരു തന്ത്രമായി മാറിയിട്ടുണ്ട്. പരിശീലനം ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ BCCI പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിരുന്ന പരിശീലനമാണ് ടീം വേണ്ടെന്ന് വെച്ചത്. ഇതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഫെബ്രുവരി 10-ന് നമീബിയയും നെതർലാൻഡ്സും തമ്മിലുള്ള നിർണായകമായ ഒരു മത്സരം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമുകളും സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്താൻ അനുമതി നേടിയിരുന്നു. നമീബിയൻ ടീം രാവിലെ സെഷനിലും നെതർലാൻഡ്സ് ടീം വൈകുന്നേരത്തെ സെഷനിലും പരിശീലനം നടത്തുന്നതിനാലാണ് ഇന്ത്യൻ ടീമിന് ഗ്രൗണ്ട് ഒഴിവാക്കി നൽകേണ്ടി വന്നത്. 3 ടീമുകൾ ഒരേ ദിവസം ഒരേ വേദിയിൽ പരിശീലനം നടത്തുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം മത്സരങ്ങൾക്കിടയിലുള്ള വിശ്രമം താരങ്ങളുടെ പ്രകടനത്തെ കാര്യമായി ബാധിക്കും. നിലവിൽ ഇന്ത്യൻ ടീമിലെ ചില പ്രധാന താരങ്ങൾക്ക് ചെറിയ പരിക്കുകളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉള്ളതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കഠിനമായ പരിശീലനം സെഷനുകളിൽ പങ്കെടുക്കുന്നത് പരിക്കുകൾ ഗുരുതരമാക്കാനും ഇടയാക്കും. അതിനാൽ ടീം ഫിസിയോയുടെയും കോച്ചിന്റെയും നിർദ്ദേശപ്രകാരം താരങ്ങൾക്ക് പൂർണ്ണ വിശ്രമം അനുവദിക്കാൻ BCCI തീരുമാനിക്കുകയായിരുന്നു. പരിശീലനം ഒഴിവാക്കിയത് സംബന്ധിച്ച് BCCI പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് വളരെ ലളിതവുമായിരുന്നു. ഡേ ഓഫ്, പരിശീലനമോ വാർത്താ സമ്മേളനമോ ഇല്ല എന്ന് മാത്രമാണ് അധികൃതർ അറിയിച്ചത്. ഈ മൗനം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചെങ്കിലും പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു റിക്കവറി ഡേ മാത്രമാണെന്നാണ്. പരിശീലനം പുനരാരംഭിക്കുന്നു, പരിശീലനം പൂർണ്ണമായും നിർത്തലാക്കി എന്നതല്ല വസ്തുത. താരങ്ങൾക്കൊരു ദിവസത്തെ വിശ്രമം നൽകിയ ശേഷം കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനാണ് ടീം ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീം തീവ്രമായ പരിശീലനം നടത്തുമെന്ന് BCCI സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിലുള്ള ഈ സെഷൻ രാത്രിയിൽ നടക്കുന്ന മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾക്ക് ടീമിനെ സഹായിക്കും. നമീബിയൻ ടീമിന്റെ അവസ്ഥ ഇന്ത്യ പരിശീലനം ഒഴിവാക്കിയപ്പോൾ നമീബിയൻ ടീം തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. വരാനിരിക്കുന്ന 2 മത്സരങ്ങളും അവർക്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. നെതർലാൻഡ്സിനെതിരെയും ഇന്ത്യക്കെതിരെയും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അവർ രാവിലെ തന്നെ സ്റ്റേഡിയത്തിൽ സജീവമായിരുന്നു. ഒരു ലോകകപ്പ് ടൂർണമെന്റിൽ പരിശീലനം ഒഴിവാക്കുന്നത് ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്നാൽ ലോകോത്തര താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിലെ പരിശീലനത്തെക്കാൾ പ്രധാനം മത്സര ദിവസത്തെ അവരുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷമാണ്. നമീബിയക്കെതിരായ മത്സരത്തിന് മുൻപ് ലഭിച്ച ഈ ഇടവേള ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.